മാവേലിക്കര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ചെങ്ങര സുരേന്ദ്രനു വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ ചലച്ചിത്രതാരം മുകേഷും. കൊട്ടാരക്കരയിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ വളരെ വൈകിയാണ് അദ്ദേഹം എത്തിയത്. കാത്തിരുന്ന ജനക്കൂട്ടത്തിന് നടുവിലൂടെ സ്റ്റേജിലെത്തിയ അദ്ദേഹം വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഇടതുപക്ഷ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചാണ് പ്രസംഗം ആരംഭിച്ചത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹാക്കളെ, സഖാവ് ചെങ്ങര സുരേന്ദ്രന് ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. സഖാവ് ചെങ്ങര നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം MP ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണ പരിചയമുള്ള ആളാണ്. രാഷ്ട്രീയത്തിൽ ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ്. ഞാനിവിടെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തണം എന്നാഗ്രഹിക്കുന്നില്ല. ഒരു പക്ഷേ ഒരു സാധാരണക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു കലാപ്രവർത്തകനായിട്ട് എൻ്റെ വീക്ഷണം അല്ലെങ്കിൽ എൻ്റെ ചിന്ത നിങ്ങളുമായിട്ട് പങ്കിട്ടാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. കാരണം നമ്മൾ കുറെ കാലമായിട്ട്, എൻ്റെ ഓർമ്മയ കാലം മുതൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം, രണ്ട് തരത്തിലാണ് നമ്മൾ ഇലക്ഷനെ കാണുന്നത്. സാധാരണ ആൾക്കാർ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ അത് ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ ആകാം, ഒരു വോട്ട് ഇടതുപക്ഷത്തിന് കൊടുക്കാം. എന്നാൽ എപ്പോഴും പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ, ഡൽഹിക്ക് ആളെ വിടുമ്പോൾ നമ്മളെപ്പോഴും ഇടതുപക്ഷത്തിനേക്കാൾ കൂടുതൽ പ്രിഫറൻസ്, സാധാരണക്കാരുടെ മനസ്സാണ് ഞാൻ പറയുന്നത്, അത് UDF-നോ കോൺഗ്രസിനോ നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ നാട് ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് അല്ലെങ്കിൽ ക്യാൻസർ നമ്മൾ കാണേണ്ടി വന്നത്. ആ ഒരു ധാർഷ്ട്യം ചോദിക്കാനും പറയാനും ആരുമില്ല. എന്തുമാകാം. കാരണം പാർലമെന്റ് ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും നമ്മളെ തെരഞ്ഞെടുത്ത് വിടുമല്ലോ. ഇനി ഏത് പാർട്ടിയാണെങ്കിലും ഒരു ഭരണാധികാരി, ജനപ്രതിനിധി എങ്ങനെ പെരുമാറണം, അൾട്ടിമേറ്റ് ആയിട്ട് അവസാനം അവൻ ജനങ്ങളടുത്ത് വന്നും കണക്ക് പറയേണ്ടി വരും എന്നുള്ളൊരു തോന്നൽ ഇല്ലാതെ വരുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെ സംഭവിക്കും. നിരന്തരമായി അവരുടെ പാർട്ടി അല്ലെങ്കിൽ UDF ഭരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട്, ഇപ്പൊ UDF എന്ന് പറഞ്ഞ ഇതിന്റെ കൊടുക്കുന്ന സുരേഷ് മോശപ്പെട്ട ആളെന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹവും എന്റെ സുഹൃത്താണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിന്റെ ഗൗരവം നമ്മൾ ഓരോരുത്തരും കണക്കിലെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു കൽക്കരി കുംഭകോണം, അല്ലെങ്കിൽ ഒരു 3G സ്പെക്ട്രം, 2G സ്പെക്ട്രം, അല്ലെങ്കിൽ ഒരു കോമൺവെൽത്ത് ഗെയിംസ്, ഇതൊക്കെ 1000-ഓ 10,000-ഓ ലക്ഷമോ ഒന്നുമല്ല, ലക്ഷം കോടികളാണ്. നമ്മുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കുംഭകോണം നടന്നില്ലായിരുന്നെങ്കിൽ, അത് നമ്മുടെ നാടിന് ഗുണകരമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്തുകൾ ജനങ്ങളുടെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്നൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ 10-ഓ 15-ഓ കൊല്ലം സുഭിക്ഷമായി ആ കാശ് കൊണ്ട് മാത്രം നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവിക്കാമായിരുന്നു, മറ്റുള്ള വികസിത രാജ്യങ്ങളെ പോലെ. അത് സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം ആൾക്കാർക്കും വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ അങ്ങ് ചെയ്യുന്നു എന്ന് പറഞ്ഞുള്ള ഒരു ചിന്ത വന്നത് തന്നെ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം അവസാനം അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ തന്നെയല്ലേ പോകുന്നത്. അപ്പോൾ ഒന്നും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ പ്രതിഫലനം ഇപ്പൊ നമുക്കറിയാം. ഇന്നത്തെ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ നഗ്മ, എന്റെ സഹപ്രവർത്തകയാണ്, എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള പെൺകുട്ടിയാണ്. അവർ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഒരു കാറിൽ പോകുന്നു. അവിടെ
ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു ജനപ്രതിനിധി പരസ്യമായിട്ട് അവരെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. നമ്മളെല്ലാം കണ്ടതാണ്. അതൊരു ധാർഷ്ട്യമാണ്. ആര് ചോദിക്കാൻ ഇനിയും അത് ചെയ്യും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ നടിമാരൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സിനിമാ നടനായി എനിക്ക് ഭയമുണ്ട്. പുറത്തോട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ ഇവരെന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ ഭയക്കുന്നു. ഇങ്ങനെ പോയാൽ ഒരു ടേം കൂടെ കിട്ടുകയാണെങ്കിൽ സിനിമാ നടന്മാരുടെ കാര്യവും വളരെ പ്രയാസത്തിലാകുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ധൈര്യം എവിടെ നിന്ന് വന്നു? നമ്മൾ കേരളത്തിനെ പണ്ടൊക്കെ കേരളം ഇതിനകത്തുനിന്ന് മാറി നിൽക്കുമായിരുന്നു. ഒരിക്കലും കേരളത്തിൽ ഇതൊന്നും വിലപ്പോവില്ല. ഇനി ആര് ഭരിച്ചാലും ആര് ജയിച്ചാലും ശരി, ഒരു പരിധി വരെ കേരളത്തിൽ തൊട്ട് കളിക്കാൻ പറ്റില്ല. പക്ഷേ അതിന്റെ പ്രതിഫലനങ്ങൾ കേരളത്തിലും എത്തി എന്നുള്ളത് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. ഇങ്ങനെ പോയാൽ നമ്മൾ ചിന്തിക്കേണ്ട സമയമായി. നമ്മൾ ഓരോ ആൾക്കാരും നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുമ്പോൾ പണ്ടൊക്കെ അയാൾ കൊള്ളാം, പാവം, അയാൾ വളരെ സിമ്പിൾ ആയിരിക്കും, പിന്നെ വളരെ അടുത്ത ആളാണ് കേട്ടോ, വർഷങ്ങളായിട്ടുള്ള ഇങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഒരാൾ വോട്ട് ചെയ്തിരുന്നത്. അതെല്ലാം മാറ്റിവെക്കുക. ഇക്കുറി നമ്മുടെ നാടിനെ രക്ഷിക്കേണ്ട, അല്ലെങ്കിൽ ഇത്തരം വിപത്തുകളിൽ നിന്നും നമ്മുടെ നാടിനെ, സാധാരണക്കാരനെ, പാവപ്പെട്ടവനെ രക്ഷിക്കുന്നത് ആരാണ് എന്ന് ചിന്തിക്കുക. വീണ്ടും ചിന്തിക്കുക. എനിക്ക് നല്ല ഉറപ്പുണ്ട് അവസാനം എത്തപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെയായിരിക്കും. അവിടെയാണ് ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി ചേങ്ങര സുരേന്ദ്രന്റെയും പ്രസക്തി. അത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നിങ്ങളുടെ വിലയേറിയ വോട്ട്, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഉള്ള സന്ദർഭങ്ങളിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാപ്രവർത്തകൻ ഒരുപാട് കൂച്ചുവിലങ്ങ് വരുന്നത്. ഒരു രാഷ്ട്രീയ പ്രസംഗം, പല കാര്യങ്ങളും പറയാനുണ്ട്, പക്ഷെ ഞാൻ അതിപ്പോ തൽക്കാലം പറയാൻ പാടില്ല. കാര്യം അതല്ല എന്റെ ജോലി, അല്ലെങ്കിൽ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് അതല്ല. ഇന്നലെ സഖാവ് ബേബിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ അറിയാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു തമാശ പറഞ്ഞു. ഇന്ന് അത് ഫേസ്ബുക്കിലും, ഇന്നെനിക്ക് ഒന്ന് രണ്ട് ചാനൽസിൽ 9 മണിക്ക് മുകേഷ് കഥകളും ഡെമോക്രസിയും എന്ന ടൈറ്റിൽ അത് കാണിക്കുന്നു. ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു കലാകാരനാണ് എന്നുള്ളത് വെച്ചിട്ട് ഞങ്ങൾക്കൊരു സംഘടന മാത്രമേ ഉള്ളൂ, അമ്മ. ആ അമ്മയുടെ പ്രസിഡന്റ് ഒരു ഇലക്ഷന് നിൽക്കുകയാണ്. അപ്പോ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ വിഷമം തോന്നിയ, ഈ തമാശയിൽ ഏതെങ്കിലും തരത്തിൽ വിഷമം തോന്നിയ ആരെങ്കിലും തലങ്ങനെ വിലങ്ങനെ എന്നെ പ്രഹരിക്കുകയോ എന്നെ ചീത്ത പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രസിഡന്റ് വരണം ചോദിക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തുറന്ന് സംസാരിക്കരുതെന്നാണ് എന്റെ സുഹൃത്തുക്കൾ. സംസാരിക്കേണ്ട കാലം വരും. ഞാനിപ്പോ പുനലൂര് ഒരു 3-4 സ്ഥലത്ത് ഞാൻ ചെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പറഞ്ഞപ്പോൾ അവരുടെ സ്നേഹവും ആവേശവും ഒക്കെ തന്നെ എന്നെ കൂടുതൽ പ്രസംഗിപ്പിക്കേണ്ട, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളില്ല. കാര്യം അനുഭവസ്ഥരാണ് ഞങ്ങൾ. അവരുടെ മുഖത്തുള്ള ആ ഒരു എക്സ്പ്രഷൻ, ഞങ്ങൾ അനുഭവസ്ഥരാണ്, ഞങ്ങൾക്ക് പൂർവ്വി മുട്ടി, ഞങ്ങൾ മുകേഷ് സാർ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടെ കൂടിയാണ് ഞാൻ ഈ ഇലക്ഷന് പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും കാണുന്നത്. ആ ദൃഢനിശ്ചയത്തോടെ, ആ ഉറപ്പോടുകൂടി നമ്മൾ ഒന്നിച്ച് മുന്നേറുക. ഈ പ്രാവശ്യം തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിപ്പിക്കണം. നിങ്ങൾ അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ സഖാവ് ചേങ്ങര സുരേന്ദ്രന് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.